ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കിയിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് വിളിച്ച് പറയുന്നത് ഇന്ന പോലെ ഒരു സ്ഥലത്തിൻ്റെ ഏർപ്പാടുണ്ട്, അത് നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഒട്ടും ആലോചിച്ച് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് കുറച്ച് പൈസ എടുക്കാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അത്യാവശ്യം എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറച്ച് ആവശ്യമാണ്. അതിനുശേഷം നമുക്ക് സ്ഥലം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലല്ലേ ബാക്കി കാര്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ച് വേറെ പൈസ അവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ എന്നുള്ള കണക്കൂട്ടൽ. അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് റോഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ റോഡിൽ കൂടി ആരും തന്നെ നടന്നു പോകുന്നില്ല, കാരണം അതിരാവിലെ ആയതുകൊണ്ട് ആരും തന്നെ ഇറങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും കല്ലാറായിട്ടുണ്ട്. കല്ലാറ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തൂക്കുവാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ബാലഗ്രാം കഴിഞ്ഞാൽ ഉടൻ പുളിയമല കഴിഞ്ഞാൽ ഉടൻ തന്നെ കട്ടപ്പനയാണ് ചെല്ലുന്നത്. കട്ടപ്പന ചെന്ന ഉടൻ തന്നെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ ആളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ വേണ്ട നടപടികൾ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു വലിയൊരു വളവുണ്ട്. വളവ് തിരിഞ്ഞങ്ങ് ചെന്നാലുണ്ടല്ലോ നമ്മുടെ കട്ടപ്പനയാണ്. കട്ടപ്പന ചെന്നാലുടൻ തന്നെ സെറയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എൽദോസ് ഉണ്ട്, പിന്നെ നമ്മുടെ സാരഥിയുമുണ്ട്. നല്ല അടിപൊളി ബസ് സർവീസാണ്. ഇനി ATM പോയി കുറച്ച് കാശ് പോയി എടുക്കണം. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. നമ്മുടെ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആൾ നമ്മളെ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് ഒരു കുറച്ച് ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേണം നമുക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വഴിയും കാര്യങ്ങളുമൊക്കെയാണ്. എങ്കിൽ തന്നെയും സ്ഥലം നല്ല അടിപൊളിയാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ അതായത് ചെറിയ രീതിയിലുള്ള ഒരു നമ്മൾ ഡീലിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടുന്നത് കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിന്നും ഒഴിവാക്കിയത്. എങ്കിൽ തന്നെ നമ്മുടെ സ്പെഷ്യൽ സബ്സ്ക്രൈബറിനുള്ള ഗിഫ്റ്റ് നമുക്ക് എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഇപ്രാവശ്യം കാണുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ കൊടുത്തു വരുന്നതാണ്. നമ്മൾ അടിപൊളി സബ്സ്ക്രൈബറിനെ ഒരാളെ കണ്ടെത്തി വെച്ച് നമുക്ക് അവർക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ് ഗിഫ്റ്റ് നമ്മൾ അതായത് കണ്ടുപിടിച്ച് വെച്ച് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രാവശ്യം അത് ഉണ്ടായിരിക്കുന്നതാണ്.